രാമേന്ദ്രൻ സാറേ, ഒരു വാർത്ത ഈ വളരെ അപൂർവമായി പലയിടത്തു നിന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ വെച്ച് മലയാളത്തിലെ മാധ്യമങ്ങളിൽ, ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്യേണ്ട ന്യൂസാണ്. പക്ഷേ എന്തുകൊണ്ടോ വാർത്ത വരാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രിൻറ്റ് മീഡിയയിലും വന്നിട്ടില്ല, വിഷ്വൽ മീഡിയയിലും വന്നിട്ടില്ല. ആ വാർത്ത ഗൾഫ് രാജ്യങ്ങൾ, ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലെ ഷിയ പള്ളിയിൽ, എന്നുവെച്ചാൽ അലിയുബിൻ അബി താലിബ് മസ്ജിദിൽ, ആ മസ്ജിദിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു. 8-9 പേര് മരിച്ചിരിക്കുന്നു. അതിലൊരു ഇന്ത്യക്കാരനുണ്ട്. വളരെ സെൻസിറ്റീവായ ന്യൂസാണ്. മലയാളിക്കും ഇന്ത്യക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. ധാരാളം മലയാളികളുണ്ട്. ധാരാളം മലയാളികൾ പണിയെടുക്കുന്ന നാടാണ്. മാത്രമല്ല വളരെ പണ്ട് തൊട്ടേ കേരളവുമായി വളരെ അടുപ്പമുള്ള നാടാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാലിക് ദീനാർ, ഒരു നമ്മുടെ ചേരമാൻ പെരുമാളിൻ്റെ മിത്തുണ്ടല്ലോ, ആ മിത്ത് പ്രകാരം ചേരമാൻ പെരുമാൾ അടക്കപ്പെട്ടത് സലാലയിലാണ്, ഒമാനിലാണ്, സലാലയിലാണ്. അപ്പോൾ അത് പക്ഷേ സാമുദ്രി കുടുംബത്തിൽപ്പെട്ട ഒരു ശങ്കരനാണ് എന്നൊക്കെയുള്ള സ്റ്റോറി ഉണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എന്തായാലും അതും ആ തരത്തിലും കേരളമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടു, ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രധാനപ്പെട്ടൊരു നാടാണ് ഒമാൻ. അവിടെ ഇത്തരൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യം അത്ഭുതപ്പെടുത്തേണ്ടത് ആ വാർത്ത ഇപ്പോഴും നമ്മളിപ്പോൾ കാണുന്നില്ല എന്നാണ്. അപ്പോൾ അത് ഇത്തരം വാർത്തകൾ കാലേക്കൂട്ടി അറിഞ്ഞ് മലയാളിയോട് പറയുന്നൊരു പണിയാണ് റിട്ടയർ ചെയ്തതിന് ശേഷം സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വാർത്ത സാർ അറിഞ്ഞുവോ, അറിഞ്ഞെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതാദ്യമായി മലയാളത്തോട് പറയാനുള്ള ഒരു ദൗത്യമാണിപ്പോൾ, ആ ഒരു നിമിത്തമാണ് സാറിന് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്രമണം നടത്തിയത് ആരാണെന്നുള്ള സൂചന ആദ്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണിത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ നടുക്കുന്ന ഒരു സംഗതി. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ സമാധാനത്തോടുകൂടി ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഒമാൻ. അവിടെ ഇങ്ങനെ ഒരു ആക്രമണം ആദ്യമാണ്. തിങ്കളാഴ്ച രാത്രി ആയിരുന്നു ആക്രമണം. അത് ഈ അഷൂരയുടെ തലേന്നാണ്. അഷൂറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ മുഹറം 10. അതെ, മുഹറം 10 എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ പ്രവാചകന്റെ കൊച്ചുമകൻ ഹുസൈൻ്റെ കർബലയിൽ അദ്ദേഹം പോരാടി മരിച്ചതിന്റെ രക്തസാക്ഷിത്വം, അതിന്റെ ഓർമ്മ. അദ്ദേഹം പൊരുതി എന്ന് പോലും പറഞ്ഞുകൂടാ സാർ, ഒരു കൂട്ടക്കൊലയാണ്. ഏകപക്ഷീയമായിട്ട് ഈ അക്കാലത്തെ ചക്രവർത്തി യസീദ്, ഇസ്ലാമിക ലോകത്തിൻ്റെ അക്കാലത്തെ ചക്രവർത്തി യസീദ്, അവരുടെ ആഭ്യന്തര ശത്രുവായിട്ട് പ്രവാചകന്റെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന ഹസ്രത്ത് ഹുസൈൻ, അദ്ദേഹത്തെയും ഈ കുടുംബാംഗങ്ങളെയും മൊത്തം കൂട്ടക്കൊല ചെയ്യാൻ, കാണുന്നിടത്ത് വെച്ച് കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടിട്ട് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് വെച്ച് കൂഫ അതിൽ വെച്ച് കൊലപ്പെടുത്തി. അതാണ് ഈ കർബല യുദ്ധം. അതിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഈ ഷിയാക്കൾ ആ ദിവസങ്ങളിൽ വലിയ തോതിൽ ആത്മപീഡ ആചരിക്കുന്നത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ട ദിനമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പള്ളിയുണ്ട്, പള്ളിയൊക്കെ ഉണ്ടല്ലോ സ്ഥലത്തും. അപ്പോൾ ആ ദിവസത്തിലാണ് ഈ ആക്രമണം. അതിന്റെ തലേന്ന്. അപ്പോൾ 9 പേര് കൊല്ലപ്പെട്ടു. 4 പാകിസ്ഥാനികൾ, ഒരു ഇന്ത്യക്കാരൻ. ഈ പാകിസ്ഥാനികളുടെ പേരൊക്കെ ഞാൻ BBC-യിലൊക്കെ വായിച്ചു. പക്ഷേ ഇന്ത്യക്കാരൻ്റെ പേര് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാരാണ്? മലയാളിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 28 പേർക്ക് പരിക്ക് പറ്റി. 3 അക്രമികളും കൊല്ലപ്പെട്ടു. ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ആ 9 പേരിൽ 28 പേർക്ക് ആണ് ഈ പരിക്കുള്ളത്. ഇത് മസ്കത്തിലെ ഷിയ പള്ളിയാണ്. ഒമാൻ്റെ തലസ്ഥാനമാണ് മസ്കത്ത്. പള്ളിയുടെ പേര് അലി ബിൻ അബി താലിബ് പള്ളി, ഇമാം അലി പള്ളി എന്നും പറയും. ഇത് മസ്കത്തിലെ വാദി അൽ കബീർ പ്രവിശ്യയിലാണ് ഈ വാദി അൽ കബീർ. അല്ല, അവിടെയാണ്. തോക്ക് ധരിച്ചു വന്ന അക്രമികളാണ് ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് ഫയർ ചെയ്യുക. അതായത് ഈ അവിടെ ആരാധനയ്ക്ക് വന്നിട്ടുള്ള, ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഭക്തർ, അവരെ ബന്ദികളാക്കിയിട്ടാണ് ആക്രമണം നടന്നത്.
അതായത് അടച്ചിട്ടുണ്ടാവും, എല്ലാ ഡോറും അടച്ചിട്ടുണ്ടാവും, അടച്ച് തോക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ പറഞ്ഞ പോലെ തലേന്നാണ് രാത്രിയാണ് അശൂര ആചരിക്കുമ്പോഴാണിത്. ഹുസൈൻ മരിക്കുന്ന രക്തസാക്ഷിത്വം 7-ാം നൂറ്റാണ്ടിലായിരുന്നു. സംഘർഷം ചില രാജ്യങ്ങളിലൊക്കെ സംഘർഷം ഉണ്ടാകുന്ന സമയമാണിത്. കാരണം ഈ ഷിയാകളോട് വിരോധമുള്ള ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന സമയവുമൊക്കെയാണ് സാധാരണഗതി. ഒമാനിൽ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒമാനികളിൽ കൂടുതലും സുന്നികളാണ്. പിന്നെ ഇബാദി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ ഇബാദികൾ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ മരണം കഴിഞ്ഞ് 60 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു മിതവാദി ഗ്രൂപ്പ്. അവരാണ് ശുദ്ധന്മാർ എന്ന് എല്ലാവരും കരുതുന്നത് പോലെ അവരും കരുതുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ ഈ ഫിനാൻസിങ് ഒക്കെ കൂടുതലും നടത്തിയിരുന്നത്, പണമൊക്കെ മുടക്കിയിരുന്നതൊക്കെ ഇബാദികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. 46 ലക്ഷം ആണ് ജനസംഖ്യ ഒമാൻ്റെ മൊത്തത്തിൽ. അതിൽ 40% കുടിയേറ്റക്കാരാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആളുകളാണ്. ഇത് IS ഇത് ഏറ്റതായിട്ട് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇത് ആഘോഷിക്കുന്നുണ്ട്, ഈ ആക്രമണം. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഈ പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഷിയാകൾ നടത്തുന്ന ആഘോഷങ്ങളെയൊക്കെ ആക്രമിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആക്രമണം ഒമാനിലേക്കും കൂടി ഗൾഫിലേക്കും കൂടി വന്നതായിട്ടാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ മുഹറത്തിൻ്റെ 9-ാം ദിവസത്തെ രാത്രി ആണ് ഈ അക്രമം അഴിഞ്ഞാടിയിരിക്കുന്നത്. ഈ ആരാധനയ്ക്ക് തടിച്ചുകൂടിയ ആളുകൾ ഈ വെടിയൊച്ചകളൊക്കെ കേട്ടിട്ട് പടച്ചോനെ ഹുസൈനെ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ 45% സുന്നികൾ, 45% വിവാദികൾ, 5% ഷിയകൾ. അവിടെ ഷിയകൾ 5% ഉള്ളൂ. ബാക്കി 5% ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ ആണ്. അപ്പോൾ ഈ ഒരു ഭീകരത കേട്ടിട്ട് സത്യത്തിൽ എനിക്കും ഒരു വല്ലാത്ത നടുക്കം തോന്നുന്നുണ്ട്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് പൊതുവെ അതിൻ്റെ നേതാവിനെയൊക്കെ കൊന്ന് അത്യാവശ്യമൊക്കെ ഒതുങ്ങി എന്ന് കരുതുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാറേ, ലോകത്തിലെ ഈ ഏറ്റവും വലിയ അക്രമങ്ങൾ നടത്തുന്നത് ഈ 2 തീവ്രവാദികളാണ്. സുന്നി തീവ്രവാദമാണ് IS, ഷിയ തീവ്രവാദമാണ് നമ്മുടെ ഹിസ്ബുള്ളയും ഈ കൂട്ടരൊക്കെ ലെബനോണിലെ. അതുപോലെ ഹൂത്തികൾ, യമനിലെ ഹൂത്തി തീവ്രവാദികൾ. ഇപ്പോൾ ലെബനോൺ കേന്ദ്രമാക്കിയിട്ട് ഫലസ്തീൻ ഇഷ്യൂവിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം നടത്തുന്നത് ഇവരാണ്. അപ്പോൾ ഇതിൽ 2 പ്രധാനപ്പെട്ട അപകടമുണ്ട്. ഇവരിപ്പോഴുള്ള പരസ്പരമുള്ള ആക്രമണം നിർത്തിയിട്ടില്ല. സൗദി അറേബ്യയിൽ സാർ ഓർക്കുന്നുണ്ടാവും, 79-ലാണോ ഈ ഹജ്ജ് ആക്രമിക്കപ്പെട്ടല്ലോ. ഹജ്ജ് ആക്രമിക്കപ്പെട്ടത് ഇറാൻ തീവ്രവാദികളാണ്, എന്ന് പറഞ്ഞാൽ ഷിയ തീവ്രവാദികളാണ്. അപ്പോൾ സുന്നികളുടെ ഏറ്റവും വലിയ ആരാധനയായ ഹജ്ജിന് അതും ഏറ്റവും സമ്പന്നമായ സൗദി അറേബ്യയിൽ നുഴഞ്ഞു കയറി വന്നിട്ട് ഇവരാക്രമിച്ചു, ഹജ്ജിനെ ആക്രമിച്ചു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബദൽ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഷിയാക്കളുടെ ഏറ്റവും വലിയ ആഘോഷം, ഷിയാക്കൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ആഘോഷമേ ഉള്ളൂ, ആ ആഘോഷം ഇതാണ്, ആഷൂറയാണ്. ആഷൂറ എന്ന് പറയുന്നത് മുഹറം 10, അഷറ എന്ന് പറഞ്ഞാൽ 10ആണ്, ആഷൂറ എന്ന് പറഞ്ഞാൽ 10-ാം നാൾ എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ മുഹറം 10-ന് നടക്കുന്ന ഉത്സവമായതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ഷിയാക്കളുടെ പള്ളി ആക്രമിക്കുക, പള്ളിയിൽ സമാധാനപൂർവ്വം പ്രാർത്ഥന നടത്തുന്ന ആളുകളെ ആക്രമിക്കുക എന്ന് പറയാം. അതും ഒന്നാലോചിച്ച് നോക്കും. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞ സ്റ്റാറ്റിക്സ് അനുസരിച്ച്
ഒമാനിലെ ജനസംഖ്യയിൽ 5% മാത്രമാണ് ഷിയാക്കളുള്ളത്. അതെ. 5% മാത്രമുള്ള ഷിയാക്കൾക്ക് അവിടെ അറബ് ലോകത്തിൻ്റെ മര്യാദ അനുസരിച്ച് ഇപ്പോൾ അബുദാബിയിൽ വലിയ ഹിന്ദു ക്ഷേത്രം ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുപോലെ ഒമാനിൽ 5% മാത്രമുള്ള ഷിയാക്കൾക്ക്, അവർ ന്യൂനപക്ഷമാണല്ലോ, ആ ന്യൂനപക്ഷത്തിൻ്റെ ദേവാലയം വളരെ സുരക്ഷിതമായി നടന്നുകൊണ്ടിരിക്കുന്ന നാടാണ്. അവിടെയാണ് കയറിയിട്ട് ഈ ഷിയാ തീവ്രവാദികൾ, ഈ ഷിയാ തീവ്രവാദികളല്ല IS തീവ്രവാദികൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ന്യൂനപക്ഷം തന്നെ ന്യൂനപക്ഷമാണ്. ആ രാജ്യത്ത് സുന്നി തീവ്രവാദത്തിൻ്റെ പേരിലുള്ള ഭീകരവാദികൾ ചെന്ന് ഷിയാക്കളുടെ പള്ളി ആക്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിൽ രണ്ടാമത്തെ കാര്യം. വേറൊന്ന്, ഇത് ഒമാനാണ്. ഒമാനും കേരളവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നേരത്തെ നമ്മൾ പറഞ്ഞു. അത് വല്ലാത്തൊരു, ഈ ചേരമാൻ പെരുമാൾ തൊട്ടുള്ള ബന്ധങ്ങളുണ്ട്, ചരിത്രപരമായ ബന്ധങ്ങളുണ്ട്. വേറൊരു ഒരു 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 കഥയും കൂടി ഇതിനോട് ചേർത്ത് ഓർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളോൽപ്പത്തിയിലൊരു കഥയുണ്ട്. കേരളോൽപ്പത്തിയിൽ ഈ ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാർക്ക്, പ്രത്യേകിച്ച് ആ കാലത്ത് ഭരിച്ചിരുന്ന, പുരാതന കാലം തൊട്ടേ ഇവിടെ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ സത്യസന്ധത പരീക്ഷിക്കാൻ ഒരു അറബ് ചക്രവർത്തി, അറബ് വണിക്ക്, അറബിലെ വലിയ വ്യാപാരി തീരുമാനിച്ചൊരു കഥ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, മസ്കിയത്ത് എന്നാണ് അതിൽ പറയുന്ന പേര്. ആ കഥയിൽ ഈ അറബ് വ്യാപാരി, മസ്കത്താണ്, അത് MGS പറയുന്നത് മസ്കത്ത്, ഇന്നത്തെ മസ്കത്താണ്, അന്ന് മസ്കിയത്ത് എന്നാണ് അറബിയിൽ. അവിടെ ഒരു വ്യാപാരിയുടെ രണ്ട് മക്കളുകൾ, അവർ തമ്മിൽ ഭയങ്കര അടിയാണ്, ഒരിക്കലും ഒത്തുപോകില്ല. അപ്പോൾ ആ വ്യാപാരിക്ക് ഏതാണ്ട് പ്രായമായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് വിട്ടാൽ എൻ്റെ സമ്പത്ത് മുഴുവൻ അവർ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് മൂത്ത മോൻ പറഞ്ഞാൽ കേൾക്കും. മൂത്ത മോനെ വിളിച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പം തന്നെ ഈ നാട് വിടാൻ തീരുമാനിക്കണം, എവിടെയെങ്കിലും പോയി ജീവിക്കുക. പക്ഷേ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജി തീരുമാനിച്ചോ, കണ്ടെത്താൻ, സ്ഥലം തീരുമാനിക്കാൻ. നിനക്കിവിടുത്തെ എൻ്റെ ഏറ്റവും നല്ല കപ്പലുകളിൽ ഒന്നെടുത്തോ, പായ്ക്കപ്പലിൽ ഏറ്റവും മുന്തിയ ഒന്നെടുത്ത് ഉലകം ചുറ്റി വാ, എന്നിട്ട് തീരുമാനിച്ചിട്ട് വാ, എന്നിട്ട് എന്നോട് പറ ഇന്ന സ്ഥലത്താണ്. അങ്ങനെ അവൻ പോയി ഒരു നല്ല സൂത്രം പ്രയോഗിച്ചു. അവൻ പോയ രാജ്യങ്ങളിലൊക്കെ, ആ കപ്പൽ അണയ്ക്കാൻ തുറമുഖമുള്ള എല്ലാ നാടുകളിലും ചെന്നിട്ട് അവിടുത്തെ രാജാക്കന്മാർക്ക് ഒരു ഭരണി കൊടുത്തു. ആ ഭരണി കൊടുത്തിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഈ സീസണിൽ കച്ചവടത്തിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു സമ്മാനമാണ്, കേവ് ഭാരം കൂടിപ്പോയി, തിരിച്ചു കൊണ്ടുപോകാൻ വയ്യ, ഇതൊന്നും ഇവിടെ വെക്കണം, അടുത്ത സീസണിൽ ഞാൻ വരുമ്പോൾ എടുത്തോളാം. ഇതെന്താ അതിൽ? അപ്പോൾ പറഞ്ഞു, നല്ല അച്ചാറാണ്. തുറന്നു നോക്കുമ്പോൾ അച്ചാറാണ്, അടച്ചു കെട്ടി വെച്ചോളാം. ഓ സന്തോഷം, ഞാൻ വെച്ചോളാം, അടുത്ത തവണ ഒന്ന് വാങ്ങണേ മറക്കാതെ എന്ന് പറഞ്ഞ് എല്ലാ രാജാക്കന്മാർക്കും ഇതുപോലെ ഭരണി കൊടുത്തു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും സന്തോഷത്തോടെ ഏറ്റു. അടുത്ത സീസണിൽ ഇവൻ തിരിച്ചു ചെയ്യുന്നു ഇതേ കപ്പലിൽ. ഈ രാജാക്കന്മാരൊക്കെ കണ്ടു. അപ്പോൾ സന്തോഷപൂർവ്വം, നീ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഈ ഭരണി, അപ്പോൾ ഒന്ന് തുറന്നു നോക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാ ഭരണിയും തുറന്നു നോക്കി. അപ്പോൾ നല്ല അച്ചാർ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഭരണി തിരിച്ചു വാങ്ങി സന്തോഷം നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവൻ പോന്നു. പക്ഷേ ഒരു രാജാവ് മാത്രം, കോഴിക്കോട്ടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഭാഷയിൽ പൊട്ടൻ രാജാവ് മാത്രം, ഇവൻ ചെല്ലുന്നതിന് കാത്തു നിൽക്കുകയായിരുന്നു. ഇവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നീ എന്താടാ നിൻ്റെ ബാപ്പാൻ എനിക്കറിയാലോ, ഇങ്ങനെ കച്ചവടം ചെയ്താൽ നീ അയാൾ ഉണ്ടാക്കിയത് മുഴുവൻ മുടിച്ചു കളയുമല്ലോ ഒക്കെ ചോദിച്ചു. അപ്പോൾ എന്താ തമ്പുരാനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ തന്നുപോയത് എന്താണെന്നറിയോ? ഇവിടെ തന്നുപോയത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. സ്വർണ്ണ നാണയങ്ങൾ നിറച്ചൊരു ഭരണി തന്നിട്ട് അത് അച്ചാറാണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് മേലാൽ ഈ പണിക്ക് നിൽക്കരുത്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം, അല്ലെങ്കിൽ കച്ചവടം ചെയ്താൽ മുടിഞ്ഞു പോകില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ ആ കാൽക്കൽ ചെരിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തമ്പുരാനെ, എനിക്ക് ഒരു ഇത്തിരി ഭൂമി വേണം, ഞാൻ ശിഷ്ടകാലം ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് സത്യത്തിൻ്റെ തുറമുഖം എന്ന് പേരിട്ടു എന്നാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, എല്ലായിടത്തും കൊടുത്തത് സ്വർണ്ണ നാണയങ്ങളാണ്. എല്ലാ രാജാക്കന്മാരും ഇവൻ പോകുന്ന ഉടനെ തുറന്നു നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അച്ചാറിനെ പറ്റി കിട്ടിപ്പോയി എന്ന് വെച്ച് ഉടനെ സ്വർണ്ണ നാണയങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അതിനകത്ത് അച്ചാർ നിറച്ചു വെച്ചു എല്ലാ ചക്രവർത്തിമാരും. പക്ഷേ ഒരു രാജാവ് മാത്രം ചെയ്തില്ല. അത് അന്നത്തെ കേരളത്തിലെ ചക്രവർത്തിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് സത്യത്തിൻ്റെ തുറമുഖം, ദ പോർട്ട് ഓഫ് ട്രൂത്ത് എന്ന പേര്, ഇത് കേരളോൽപ്പത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. അതും മസ്കറ്റുകാരാണ്. ആ തരത്തിൽ കേരളത്തോടൊരു വലിയ ആദരവുണ്ടായിരുന്ന സത്യസന്ധതയുടെ ഒരു നാട്, ചേരമാൻ പെരുമാൾ കബറടക്കപ്പെട്ട നാട്, ആ അർത്ഥത്തിലൊക്കെ വളരെ പുണ്യപ്പെട്ട നാടാണ് മസ്കറ്റിന്. ആ അർത്ഥത്തിൽ ചരിത്രത്തിന് പുണ്യപ്പെട്ട നാടാണ്. അപ്പോൾ ആ നാട്ടിലാണ് ഈ അക്രമം നടക്കുന്നത്. അപ്പോൾ ലോകത്തിലെ സമാധാനത്തിന് ഇതുണ്ടാക്കുന്ന അപകടം എത്രയെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഒന്ന്, ഒരു രാജ്യത്തെ ന്യൂനപക്ഷം സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷമാണല്ലോ. അവർ അവിടുത്തെ മഹാഭൂരിപക്ഷത്തിൻ്റെ ഔദാര്യത്തിലും സ്നേഹത്തിലും
ദേവാലയങ്ങൾ ഉണ്ടാക്കി ജീവിച്ചു വരികയാണ്. അവിടെയാണ് ഈ തീവ്രവാദം പോയിട്ട് IS ഭീകരവാദികൾ അവിടുത്തേരാവാൻ സാധ്യതയില്ലല്ലോ. തീർച്ചയായും പുറത്തുനിന്ന് വന്ന ആഗോള ഭീകരവാദികളായ ഈ IS, സുന്നി തീവ്രവാദത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന IS ഞങ്ങളിതാ സുന്നികളുടെ ശത്രുവായ ഷിയാക്കളെ വകവരുത്താൻ വന്നിരിക്കുന്നു എന്നാണ്. ഇവരൊക്കെ ആരുടെ കരാറാണ്? ഏത് ദൈവമാണ് ഇവരൊക്കെ ഈ പണി ഏൽപ്പിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും മസ്കറ്റിലെ പള്ളിയിലെ വാർത്ത, എനിക്കൊന്നും ആളുകൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മീഡിയ ഇപ്പോഴും അറച്ചും മടിച്ചും ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടില്ല. സാറ് എപ്പോൾ ഫ്ലാഷ് വരേണ്ട സമയമായിരുന്നു എന്ന് ആലോചിച്ച് പോകും, വന്നിട്ടില്ല. ഇതിപ്പോൾ രാമേന്ദ്രൻ സാറിനെ പോലുള്ള ജേർണലിസ്റ്റുകളെ എവിടുന്നെങ്കിലുമൊക്കെ ഈ ഘ്രാണശേഷിയുള്ള കണ്ണുകൾ കൊണ്ട്, അങ്ങനെയുണ്ടല്ലോ, അപാരമായ വാർത്ത പിടിച്ചെടുക്കാനുള്ള അപാരമായ ശേഷിയുള്ളത് കൊണ്ട് കണ്ടെത്തി കൊണ്ടുവന്ന് നമ്മൾ ലോകത്തോട് പറയുകയാണ്. പല വാർത്തകളും അങ്ങനെയാണ് കേട്ടോ. പല വാർത്തകളും സാറ് പറയുന്ന സമയത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ വാർത്തയാണ്. പ്രത്യേകിച്ച് മലയാളിക്ക് അയൽപക്കത്തെ വാർത്തയേക്കാൾ പ്രധാനമാണ് ഗൾഫിലെ വാർത്ത. കാരണം ഒരു വീട്ടിലൊരാളെങ്കിലും അവിടെ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ടാവും. അവിടെ പകുതിയും കുടിയേറ്റക്കാരാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കേട്ടതിൽ ഒതുങ്ങണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ഇപ്പോൾ 9 പേരെ മരിച്ചുള്ളൂ എന്നല്ലേ സാറ് പറയുന്നത്. അതിൽ അവസാനിക്കണേ. ഇനി മാത്രമല്ല 10-30 പേർക്കല്ലേ പരിക്കേറ്റത്, 28 പേർക്ക് പരിക്ക്. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും പിന്നെ അതുപോലും മഹാദുരന്തമാണ്, സങ്കടകരമാണ്. എങ്കിലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാൻ വേണ്ടി ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ വരുമോ എന്ന് കണ്ണു തട്ട് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് അല്ലേ തൽക്കാലം സാർ ഈ ന്യൂസ് മലയാളത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഉള്ള ഒരു സന്തോഷം സാറിനോടും പറഞ്ഞുകൊള്ളുന്നു. നന്ദി പറയുന്നു. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.